രൂപത്തിലും രുചിയിലും വളരെയധികം വ്യത്യസ്തതയുള്ള ഒരു എഗ് റോളിൻ്റെ റെസിപ്പിയായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. നമുക്കിതിന് ആദ്യം വേണ്ടത് മുട്ട പുഴുങ്ങിയതാണ്. ഞാനിവിടെ ഒരു 5 മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഈ പുഴുങ്ങിയെടുത്ത മുട്ട നമുക്ക് ഇങ്ങനെ ഒരു ഗ്രേറ്റർ ഉപയോഗിച്ചൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇനി നിങ്ങൾക്കത് അരിഞ്ഞെടുക്കുന്നതാണ് എളുപ്പമെങ്കിൽ അങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. ഇങ്ങനെ പുഴുങ്ങിയെടുത്ത 5 മുട്ടയെ നമുക്കിതുപോലെ ഗ്രേറ്റ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അത് ചൂടാകുന്ന സമയത്ത് അതിലേക്ക് 2 സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് നമ്മൾ ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതും കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞതും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇഞ്ചിയുടെ വെളുത്തുള്ളിയുടെ പച്ചമണമൊക്കെ മാറുന്ന വരെ വഴറ്റാം. ഇതിലേക്ക് നമ്മൾ 3 ഒനിയൻ ചോപ്പ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതോട് ചേർത്ത് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഉള്ളി നല്ലതായിട്ട് വഴന്ന് കിട്ടും. ഇതിലേക്ക് നമ്മൾ കറിവേപ്പില ചോപ്പ് ചെയ്താണ് ചേർക്കുന്നത്. ഞാനിപ്പോൾ കറിവേപ്പില അരിഞ്ഞ് ചേർക്കാൻ കാരണം ഈ മസാലയിലേക്ക് ഈ കറിവേപ്പിലയുടെ ടേസ്റ്റ് നന്നായിട്ട് കിട്ടാനായിട്ടാണ് അരിഞ്ഞ് ചേർക്കുന്നത്. ഒനിയൻ ഒന്ന് ഗോൾഡൻ ബ്രൗൺ ആകുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ആ സമയം നമ്മളൊരു ബൗളെടുത്ത് വെക്കാം. ഇത് നമ്മളുടെ മൈദ എണ്ണത്തേക്ക് 3 കപ്പ് മൈദ ആഡ് ചെയ്ത് കൊടുക്കുക. നമുക്കിത് എഗ് റോളിനുള്ള ഷീറ്റ് ഉണ്ടാക്കാനായിട്ടാണ്. ഇനി ഇതിലേക്ക് നമ്മൾ 2 സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കാം. ഇനി നമ്മളിത് കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ കുഴച്ചെടുക്കാം. ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ നല്ല മയത്തിൽ കുഴച്ചെടുക്കുക. ഇങ്ങനെ കുഴച്ചെടുത്ത മാവ് നമുക്ക് കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. ആ സമയത്ത് നമ്മുടെ ഉള്ളിയൊക്കെ സവോള നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളൊരു 1.5 സ്പൂൺ മുളക് പൊടി, ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 സ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/2 സ്പൂൺ ഗരം മസാല, ഇത്രയും മസാലകൾ ചേർത്ത് നമുക്കൊന്ന് വഴറ്റി മൂപ്പിച്ചെടുക്കാം. ഇത് നന്നായിട്ടൊരു മൂത്ത മണമൊക്കെ വരുന്ന സമയത്ത് നമ്മളതിലേക്ക് നമ്മുടെ മുട്ട ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ ഉള്ളിയും മസാലയും മുട്ടയൊക്കെ എല്ലാ സൈഡിലും എത്തക്കത്ത പോലെ ഒരേപോലെ സ്പ്രെഡ് ചെയ്ത് നമുക്ക് റെഡിയാക്കിയെടുക്കാം. ഈ മിക്സ് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് എഗ് റോളിൻ്റെ ഷീറ്റ് ഉണ്ടാക്കാനായിട്ട് അതിന് ഓരോ ചെറിയ ഉരുളകൾ ഉണ്ടാക്കി നമ്മൾ ഒന്ന് പൊടിയിലൊന്ന് മുക്കി നമുക്കൊന്ന് പരത്തിയെടുക്കാൻ. നമ്മൾ ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ ഇത് പരത്തിയെടുക്കാം. ഇത് മൈദ ആയതുകൊണ്ട് നമ്മൾ കുറച്ച് പ്രാവശ്യം പൊടിയിലിട്ട് നമ്മളൊന്ന് ഡിപ്പ് ചെയ്തെടുത്തത് വേണം പരത്താനായിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് ഇത് ഒട്ടിപ്പിടിക്കാനായിട്ട് സാധ്യതയുണ്ട്. നമുക്ക് കട്ടി കുറച്ച് പരത്തിയെടുക്കാൻ പറ്റുന്നത്രേ. ഇതുപോലെ നല്ല വട്ടത്തിൽ നല്ല കട്ടി കുറച്ച് നമ്മളിതുപോലെ പരത്തിയെടുക്കാം. ഇനി നമ്മുടെ ഫില്ലിങ് നമുക്കിതിലേക്ക് വെച്ച് കൊടുക്കാം. നമ്മളിതിൻ്റെ ഏകദേശം ഒരു നടുഭാഗത്ത് കൊണ്ടുപോയി വെക്കരുത്. നടുഭാഗത്തിന് കുറച്ച് മുമ്പായിട്ട് നമ്മൾ ഫില്ലിങ് വെച്ചിട്ട് ഇതുപോലെ നമ്മൾ ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഫോൾഡ് ചെയ്ത് നമ്മൾ ജോയിൻ ചെയ്ത പോർഷനിൽ നമ്മളൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അത് നന്നായിട്ട് ലോക്കായി പോകാനായിട്ട് ഇന്ന് മൊത്തത്തിലൊന്ന് പ്രസ് ചെയ്തൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഈ ബാക്കി നിൽക്കുന്ന പോർഷനിൽ നമുക്കിതുപോലെ ഒന്ന് സ്ട്രിപ്സ് ആയിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിൻ്റെ ഈ സൈഡിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം പുരട്ടി കൊടുക്കാം. ഇനി നമ്മൾ ഈ സ്ട്രിപ്സ് ഓരോന്നായിട്ട് എടുത്ത് നമ്മൾ ഈ വെള്ളം പുരട്ടിയ ഭാഗത്തേക്ക് ഒന്ന് പ്രസ് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാം. നമ്മുടെ വെള്ളം പുരട്ടിയിരിക്കുന്നത് കൊണ്ട് മൈദ ആയതുകൊണ്ട് നന്നായിട്ട് അവിടെ ഒട്ടിയിരുന്നുള്ളൂ. ഇതുപോലെ എല്ലാ സ്ട്രിപ്സും നമ്മൾ ഇങ്ങനെ സൈഡിലേക്ക് ഒട്ടിച്ച് ഷേപ്പ് ചെയ്തെടുക്കാം. ഇത് നമ്മുടെ എഗ് റോൾ നന്നായിട്ട് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിങ്ങനെ എല്ലാ എഗ് റോളും ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കാം. ഇനി നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുന്ന സമയത്ത് അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓയിലൊന്ന് ചൂടാകുമ്പോൾ നമ്മൾ ഷേപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന എഗ് റോൾ ഓരോന്നായി നമുക്ക് ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാം. എഗ് റോളിൻ്റെ ഒരു സൈഡ് റെഡിയാകും. നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഞാനിവിടെ മുട്ടയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യാനുസരണം വെജിറ്റബിളോ അല്ലെങ്കിൽ മീറ്റോ ഉപയോഗിക്കാവുന്നതാണ്. ഇതൊരു ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡ് ആകുന്നവരെ നമുക്ക് തിരിച്ച് മറിച്ച് വിട്ട് എടുക്കാവുന്നതാണ്. ഇതാ നമ്മളുടെ എഗ് റോൾ ഇവിടെ ഗോൾഡൻ ബ്രൗൺ ആയിട്ട് നമുക്ക് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇതൊരു സെർവിങ് ഡിഷിലേക്ക് അറേഞ്ച് ചെയ്യാം. ഇതിന് നമുക്ക് സൈഡ് ഡിഷായിട്ട് കെച്ചപ്പോ അല്ലെങ്കിൽ ചട്നിയോ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഷേപ്പും അതുപോലെ തന്നെ വളരെ ക്രിസ്പി ആയിട്ടുള്ള ഒരു സ്നാക്കാണിത്. നിങ്ങൾക്ക് എല്ലാവർക്കും റെസിപ്പി ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക.